കുറെ കാലം മുമ്പ് ഒരു പെൺകൊച്ചിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അച്ചോ ഞങ്ങളെ ഒന്ന് ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ ആന്റണി വീണ്ടും അതേ ഒരു കാര്യത്തിനാണെങ്കിലും ഇടയ്ക്ക് പള്ളിയിൽ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്തവണ പക്ഷേ പെണ്ണിനെ ചാടിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് കാര്യം പിടികിട്ടില്ല. പെണ്ണെപ്പോഴേ റെഡി. എന്നാലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇണക്കി ചേർക്കാൻ ഒരു ദൈവക്കൂട്ടുള്ളത് നല്ലതാ. ശരിയല്ലേ അലക്സച്ചായോ? അവൻ ഇത് മുക്കിയും മൂളിയും പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാനാ ഒന്നും മടിച്ചത്. അച്ഛൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ പിന്നീടൊന്നും ആലോചിക്കാൻ നിന്നില്ല. എന്തായാലും ക്രിസ്മസിന്റെ അടുത്തല്ലോ, അത് കഴിഞ്ഞ് പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു തീയതി നിശ്ചയിച്ചാ മതി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊക്കെ അച്ഛൻ അങ്ങ് തീരുമാനിച്ചാ മതി. അപ്പൊ ഓക്കെ, ഏതായാലും ലേറ്റ് ആക്കണ്ട, എനിക്ക് ലീവ് എടുക്കാനുള്ളതാ. റോയ്യ അവനവിടെ ഇരിക്കപ്പെടുന്നത് കാണുകയല്ല. എടാ വെപ്രാളപ്പെടണ്ട, ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു കരക്ക് എത്തിച്ചിട്ടുണ്ട്. ഓ അവനവിടെ ഒരു സമാധാനവും ഇല്ല. ബേസിക്കലി ഒരു പരമ ഫ്രോഡാവൻ. പേര് അയ്മുട്ടി. അത് വെട്ടത് മൈനസി മുട്ടി നിൽക്കണം. ആ കോയിൻ വിട്ടേര്. ആള് തിരുവനന്തപുരത്തുകാരനാ. കുറെ വർഷങ്ങളായി സിറ്റിയിൽ വന്ന് അടിഞ്ഞിട്ട് ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നുണ്ട്. പൊടിക്ക് രാഷ്ട്രീയമുണ്ട്. ഒരു പൊടിക്ക് മാറിയുന്ന വീണന്. ഞാനിത് ആരോടാ പറയുന്നേ? നീ പറയടാ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹോട്ടലും രാഷ്ട്രീയമൊക്കെ സൈഡ് ബിസിനസ്സാ. കൊട്ടേഷൻ പാർട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആക്കല പുള്ളിയുടെ പ്രധാന പരിപാടി. ഒരുമാതിരിപ്പെട്ട എല്ലാ ഗുണ്ടാ സെറ്റപ്പുകളായിട്ടും നല്ല കണക്ഷനാ. മിടുക്കനാണല്ലോ. മിടുക്കനാണോന്നോ? മിടുക്കനല്ലേ? കോംപ്രമൈസ് അയ്മുട്ടി അറിയാത്ത ഗുണ്ടകൾ ഇല്ലാന്ന് തന്നെ പറയാം. ടോപ്പ് ലെവൽ ഓഫീസേഴ്സിന് ഇവൻ കൊടുത്തിട്ടുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് വെച്ചാണ് പല കൊലകൊമ്പന്മാരെയും ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നീ ഒന്ന് ഡാഡി ഉഷാറാക്കടാ. ഇതിനേക്കാൾ ത്രില്ലുള്ള ഒരു ഗെയിം കാണാടാ. എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ഓരോന്ന് കേൾക്കുമ്പോ. ഒന്ന് പറയടാ. ശരിയാ, ഞാനും അതാ ഓർത്തത്. ആ കള്ളൻ അങ്ങനെ വലിയ ആളാവണ്ട. ഞാൻ ചോദിക്കണ അതല്ല, ഈ ചെയ്താൽ ഈ പൈസ തരാനുള്ളത് എപ്പോൾ തരും എന്നുള്ളതാണ് നിങ്ങൾ പറയണത്. പിന്നെ കാര്യങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടാവില്ല. നല്ല അസല പരിപ്പോടാ. ഒരു 10 പാഴ്സൽ ചെയ്യോ? അയ്മുട്ടി എന്നല്ലേ പേര്? മച്ചാൻ എന്നെ കൊണ്ട് എന്താണ്ട് ആവശ്യമുണ്ടല്ല. അയ്മുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? കുറച്ച് കാലായില്ലേ സാറേ നമ്മ ഈ പരിപ്പൂടെ ഒതിയാൻ തുടങ്ങിയിട്ട്. കാര്യം പറ മച്ചാനെ. അയ്മുട്ടി ഭയങ്കര സിനിമാ പ്രേമിയെന്ന് തോന്നുന്നല്ലോ. സിനിമ നമുക്കൊരു വീക്ക്നെസ് ആണ് മച്ചാനെ. ഞാനും ഫിലിം ഫീൽഡാ, പക്ഷെ ഇവിടെ അല്ല, അങ്ങ് ബോംബെയിലാ. അല്ല, ബോളിവുഡിലാ. പ്രൊഡ്യൂസർ ശങ്കർ ബായ് എന്ന് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. കേൾക്കാൻ വഴിയില്ലോ? വഴിയില്ലേ? അല്ല, ഒരുപാട് പടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും സ്വന്തം പേരിലല്ല, എല്ലാത്തിനും ഫിനാൻസ് ചെയ്യില്ല പതി. അങ്ങനെ പറ സാറ് നിന്ന് കാല് കിഴക്കണ്ട. ഇരി ആയിക്കോട്ടെ. ഇത് ശങ്കർ ബായുടെ പടാ. സത്യം? രാം ഗോപാൽ വർമ്മ സാറിന്റെ പടോ? നമ്മുടെ ഫേവറേറ്റ് പടമാണ് സാറേ. എടാ മൊയ്തീനെ, ഒരു സ്പെഷ്യൽ ചായ, ഗ്ലാസ് കഴുകിയെടുത്തോ. ജനിച്ചതും വളർന്നൊക്കെ ബോംബെയിലാണെങ്കിലും ശങ്കർ ബായ് ഒരു മലയാളിയാ. ശങ്കർദാസ് എന്നാണ് ഒറിജിനൽ പേര്. ആണാ? സാറിനൊരു മലയാള പടം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സംവിധാനം ചെയ്യുന്നത് ഞാനാ. അത് വേണോ? കാശുണ്ടാക്കാനൊന്നും അല്ലടോ, പിന്നെ ഒരു മലയാളി സെന്റിമെന്റ്സ് കൊണ്ട് എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ല, സാർ ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ഈ കൊച്ചിയിലെ കൊട്ടേഷൻ ടീമുകളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കഥ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. എങ്കിൽ പൊളിക്കും. അപ്പോ അതിനല്പം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. കുറച്ച് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കണമെന്നുണ്ട്. ഉമ്മാണ്. ഞങ്ങൾ തിരക്കിയപ്പോ കൊച്ചിയുടെ മൊത്തം സെറ്റ് പറയുന്ന ഒരാളാണ് അയ്മുട്ടി മനസ്സിലായി. ഞങ്ങളെ ഒന്ന് സഹായിച്ചാ തനിക്ക് നല്ല കിട്ടപ്പോറുള്ള കേസാ. തിരക്കില്ലെങ്കിൽ ശങ്കർദാസ് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്കെന്താണ് തിരക്ക് സാറേ? ഈ അപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ. ഇയാളെങ്ങാണ്ട് കണ്ടിട്ടുണ്ടല്ലോ. നമസ്കാരം സാർ. അയ്മുട്ടി വരൂ. ഐ എം ശങ്കർദാസ്. ഞാൻ നേരെ കാര്യത്തിൽ കിടക്കാം.
എന്നെപ്പോലൊരു നിർമ്മാതാവ് ഒരു മലയാള പടം എടുക്കാൻ മാത്രം വിഡ്ഢിയാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. പക്ഷേ ഇത് വിഡ്ഢിത്തമല്ല, ഒരുതരം വേദനയകറ്റലാണ്. ഹിന്ദി സിനിമകളിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുമ്പോഴും ഒരു മലയാള പടം പോലും എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്ത എന്നും എന്റെ മനസ്സിന്റെ ഒരു തീരാ വേദനയാണ്. ഓ അപ്പ സാറാണല്ലേ ഈ വേദനിക്കണ കോടീശ്വരൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് കേട്ടിട്ടില്ലേ അയ്മുട്ടി? കാര്യം മനസ്സിലായോ? പിന്നെ മനസ്സിലായി. മറ്റുള്ളിടത്തൊക്കെ ഭാഷ പോലുള്ള കിടിലം പടം എടുക്കുമ്പോ ഇവിടെ അങ്ങനെ ഒരു പടം എടുത്തില്ലെങ്കിൽ പെറ്റമ്മ പോലും സഹിക്കില്ലെന്ന്. അതെ, ഭാഷ പോലൊരു പടം എടുത്തില്ലെങ്കിലും മാതൃഭാഷയിൽ ഒരു പടം എടുത്ത് എന്റെ വേദന തീർക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ പടത്തോടു കൂടി തീരും. എന്റെ അമ്മ മലയാളത്തിനോടുള്ള കടം വീട്ടാൻ ഞാൻ ചെയ്യുന്ന പടമായിരിക്കും കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ കരളലിയിക്കുന്ന ഒരു കൊട്ടേഷൻ കഥ. അമ്മ പെങ്ങന്മാരടക്കം ആബാലവൃദ്ധം ജനങ്ങളുടെയും കണ്ണു നിറയ്ക്കുന്ന തരളഹൃദയരായ ഗുണ്ടകളുടെ കഥന കഥ. അതിന് എനിക്ക് അയ്മുട്ടിയുടെ സഹായം ആവശ്യമുണ്ട്. പറ സാറേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പടം കംപ്ലീറ്റ് ഒറിജിനാലിറ്റിയിൽ എടുക്കുന്നു. കംപ്ലീറ്റ് ഒറിജിനൽ ഗുണ്ടകളായിരിക്കും അഭിനയിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല ഒറിജിനൽ ഗുണ്ടകൾ അയ്മുട്ടി എനിക്ക് പരിചയപ്പെടുത്താം. എല്ലാ ഗുണ്ടകളെയും നമുക്ക് പരിചയമുണ്ടെന്നേ. ഗുണ്ട് സാജു, നസീർ ഭായ്, ഷാജി അണ്ണൻ, ഇതിൽ ആരെ പരിചയപ്പെടണമെന്ന് പറ സാറേ. ഒരു ഭീംബായി ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഈ പടത്തിൽ ഹിന്ദി അറിയാവുന്ന ഒരാൾ വേണം. പുള്ളിയാണ് മെയിൻ വില്ലൻ. ഓ, നമ്മുടെ ഭീംബായി. Yes. ഭീംബായിയെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല സാറേ. കാര്യമായിട്ട് വേണ്ട, കളിയായിട്ട് മതി. അങ്ങേരുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല സാറേ, അതാണ് സത്യം. അയ്മൂട്ടിക്ക് നീന്തൽ അറിയോ? അത് ശരി, കായൽ തീരത്ത് കിടന്ന് വളർന്ന എനിക്ക് നീന്തൽ അറിയാമോ എന്നാ? എനിക്കറിയില്ല. അറിയാത്ത അയ്മൂട്ടി ചൊറിയുമ്പോ അറിയും. സാറേ സത്യം പറ, എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? തൽക്കാലം അയ്മൂട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശവും. ഓഹോ, ഇത് സീൻ വേറെയാണല്ലേ. അയ്മൂട്ടിയുടെ അടുത്ത കോഴ്സ് ഇറക്കണത്? ഇത് നീ പഠിക്കാത്തൊരു കോഴ്സാണ് മോനെ. ഡാടാ വിളിച്ചോണ്ട് പോ. നിന്റെ ഒക്കെ കളിയാരോടാടാ, എന്നെ നിനക്കൊന്നും ശരിക്കും അറിയില്ല. അതെ, 8ന്റെ പണി ഞാൻ അങ്ങോട്ട് തരും രണ്ടുപേർക്കും. അയ്മൂട്ടിയുടെ അടുത്ത് കളിച്ചവരാരും ഇതുവരെ ജീവിച്ചിരിപ്പില്ല. നിന്റെ ഒക്കെ വായിൽ ഞാൻ പൂഴി നിറക്കും, പൂഴി. അയ്യോ, സാധനം എടുത്തില്ലല്ലോ, മടിയിൽ വെച്ചതാണ്, കോപ്പ് കാണാനുമില്ലല്ലോ. അടുക്കരുത് അടുക്കരുതെന്നാണ് പറഞ്ഞത്. ഞാൻ വെറും കളരിയാണ്. കായലിന്റെ നടുക്ക് വെച്ചുമാര് തമാശ കളിക്കരുത്. നല്ല ആഴമുള്ള സ്ഥലമാണ്. വെരി നൈസ്. വേദനിച്ചില്ലല്ലോ. സമയം കളയാത്ത കാര്യം പറ, ഇല്ലെങ്കിൽ നിന്റെ പഴംപൊരി ഞാൻ അമ്മച്ചാണ് സാറും പറയും, ഇനി എന്നൊന്നും ചെയ്യരുത്. ഞാൻ വെറും പാവമാണ്, ചിലപ്പോ ചത്തുപോകും. നേരത്തെ താടി നല്ല പൊളപ്പാടിയായിരുന്നു. ഒറ്റ ചാമ്പൂട്ടിപ്പോ നിന്റെ ഡയലോഗിന് എന്താണ് ഒരു മാറ്റം? പറടാ. അതെ, അമ്മയുടെ അണ്ണ ഞാൻ ശരിക്കും തിരുവനന്തപുരത്തുകാരനാണ്. ഫ്രം പാറശാല. കേട്ടിട്ടില്ലേ? പാറശാല സാരതക്കന്റെ സെൽവൈ, അത് ഞാനാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണ ഞാൻ കൊച്ചി വന്നത്. ഇവിടെ എങ്ങാനും വെച്ച് തിരുവനന്തപുരം ഭാഷകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലെ പൈലുകൾ നെഞ്ചു കയറിയിരുന്ന് പൊങ്കാലയിടും. അതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. അപ്പൊ അറിയാവുന്ന ഭാഷയിൽ മണിമണിയായിട്ടങ്ങ് പറഞ്ഞോ. ഇനി മുട എടുത്തേ പറ്റൂ. ഒരു പക്ഷെ ഞാൻ പറഞ്ഞില്ലെങ്കിലോ? എന്നാലാ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഓമന ബോഡി ഈ കായലിൽ വീഴും. പെണ്ണില്ല ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ വീണെന്ന് കേട്ടിട്ടില്ലേ? ആ കായലായി പാഴിച്ച് എവരെ ഒരു കാര്യം. ഞാനേ സത്യം എല്ലാം പറയാം, അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ. എന്നാലാ പറ, ഭീംബായിയുടെ ഉണ്ട്. എവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ പാണ്ടിനൈറ്റിന് വരും. പാണ്ടിനേറ്റോ? ഓ, പാണ്ടിനൈറ്റ്. എന്റെ പൊന്ന് സാറേ, ഈ വിബ്ജോർ എന്ന് പറയുന്ന ഒരു പോളപ്പം ക്ലബുണ്ട്. അവിടെ ഈ പാണ്ടിനൈറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി നടക്കുന്നുണ്ട്. അവിടെയൊക്കെ വരണ വമ്പ പുലികളാണെങ്കിലും ഈ പാണ്ടിയിലൊക്കെ ഇടണ മറ്റേ കൂതറ സെറ്റപ്പ് വേഷത്തിലാണ് അവരൊക്കെ വരണത്. പക്ഷെ പൊളപ്പം സെറ്റപ്പാ. ആട്ടവും പാട്ടും കള്ളും കഞ്ചാവും എല്ലാം കാണും. MGR മുതൽ വടിവേലൂരിനെ വരെ അവിടെ കാണാം. ബായി ഉറപ്പായിട്ട് അവിടെ